ഇപ്പോൾ ഈ നടന്മാരുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കൂടുതലിപ്പോൾ സ്റ്റാർസിൻ്റെ മക്കൾ ഇൻഡസ്ട്രിയിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഓഡിഷൻ വഴി വരുന്ന ഒരുപാട് പേര് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ പലരും പറയുന്നത് ഈ സ്റ്റാർസിൻ്റെ മക്കൾ വരുന്നത് കൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നു, അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ ഒരു സ്റ്റാറിൻ്റെ മകനായതുകൊണ്ട് സ്റ്റാറിൻ്റെ മകന് എപ്പോഴും ഒരു പ്രിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഇൻഡസ്ട്രിയിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ കഴിവില്ല. ഒരു ആദ്യത്തെ സിനിമ കിട്ടാൻ ഓക്കെയാണ്. ഇപ്പം ഞാൻ ടോവിനൊക്കെ എന്ത് സ്റ്റാറിൻ്റെ മകനായിട്ട് വന്ന, അതിനിപ്പോൾ ആസിഫ് അലി ഏത് സ്റ്റാറിൻ്റെ മകനായിട്ട് വന്ന, ഇപ്പോൾ ഉള്ള സ്റ്റാറുകളായിട്ട് നിൽക്കുന്ന പുതിയ തലമുറയിലെ പിള്ളേർ ആരെങ്കിലും മക്കളായിട്ട് വന്നതിൻ്റെ പേരിലാണോ? ഇപ്പോൾ അബിക്കയുടെ മകൻ, അബിക്ക ഒന്നും ആയിട്ടില്ല സിനിമയിൽ അല്ലേ, മിമിക്രിയിലാണ്. മകൻ ഇപ്പോൾ നല്ല ലെവലിൽ നിൽക്കുന്നില്ലേ? അത് അബിക്ക വല്ലതും പറഞ്ഞിട്ട് അബിക്കയ്ക്ക് ചാൻസ് കിട്ടിയിട്ടില്ല, അബിക്ക പറഞ്ഞ മകന് കിട്ടും. അപ്പോൾ അതൊക്കെ തോന്നല് വന്നുള്ളൂ. നമുക്ക് ആദ്യത്തെ ഒരു എൻട്രിക്ക് കറക്റ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഒരാൾ അയാളുടെ മകനാണ്, ഇന്ന മകനാണ്. 2 പടം കഴിഞ്ഞ് കഴിവില്ലാത്തവനാണെന്നുണ്ടെങ്കിൽ ഒരാളും ജനം അംഗീകരിക്കണ്ടേ, തിയേറ്ററിൽ വരണ്ടേ, കാണണ്ടേ? കണ്ടില്ലെങ്കിൽ ജനത്തിന് തന്നെയാണ് ഇതിൻ്റെ ഫൈനൽ വേർഡ്. ജനം തീരുമാനിക്കും ഇവൻ വേണോ ഇവൻ വേണ്ട. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ പണ്ട് നമ്മൾ പറയുന്ന കാര്യമുണ്ട്, ചില നടന്മാർ വന്നു ഉടനെ ഒരു പടമൊക്കെ കഴിയുമ്പോഴേക്കും എ സി റൂം വേണമെന്നൊക്കെ പറഞ്ഞ് പടം ഉണ്ടാക്കുന്ന കാലഘട്ടമുണ്ട്. ഇപ്പോൾ ഇതെല്ലാവർക്കും എ സി ആയി അന്ന്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മോനെ, എ സി കിട്ടും, അത് തരും തന്നെ. സിനിമ അതാണ്. സിനിമയിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് താൻ അഭിനയിക്കാൻ തുടങ്ങി, താൻ 2 പടം ഇട്ട് താൻ സ്റ്റാറായി, താൻ അത്യാവശ്യം ആൾക്കാർ അറിയപ്പെടുന്ന ഒരാളായി തുടങ്ങിയാൽ തന്നെ ഞാൻ നാളെ കൊണ്ടുപോയിട്ട് നോർമൽ റൂമിലോ ലോക്കലിലോ കിടത്തില്ല. നല്ല റൂമിലേക്ക് അല്ലെങ്കിൽ എ സിയിലേക്ക് തന്നെ പതുക്കെ വരും അല്ലേ. അവൻ എ സി കൊടുക്കണമല്ലോ എന്ന് പറയുന്നൊരു സ്റ്റാൻഡേർഡ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുന്ന സമയമാണ് അല്ലേ. 4 ആൾ കാണാനുണ്ടെങ്കിൽ കാശ് തരുന്നതിൽ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ പറയും അവൻ പൈസ വയ്ക്കുന്നുണ്ട്, അവൻ ചോദിക്കുന്ന ഇത്രയും ലക്ഷം, സാറ്റലൈറ്റ് വാല്യൂ ഒന്നും അവനില്ല. നമ്മളപ്പോൾ അവൻ്റെ ബിസിനസ് നോക്കാൻ തുടങ്ങും അല്ലേ. അല്ലാണ്ട് ഒരാളുടെ മകനാണെന്ന് വെച്ചാൽ എത്ര കാലം നമ്മൾ കൊണ്ടു നടക്കും, ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ മക്കളൊക്കെ റെഡിയാണ്, ഒരു എൻട്രിക്ക് നല്ലതാണ്. പക്ഷെ പിടിച്ചു വെക്കണമെങ്കിൽ കഴിവ് തന്നെ വേണം.